രാജ്യത്തെ ഇന്ധന പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരം 92,700 ടൺ LPGയുമായി 2 ഇന്ത്യൻ കപ്പലുകൾ രാജ്യത്തിന്റെ തീരം ലക്ഷ്യമാക്കി അടുക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ യാത്രാ അനുമതി നൽകിയതോടെയാണ് സഞ്ചാരം സാധ്യമായത്. നാവികസേനയുടെ കപ്പലുകൾ ഇന്ധന കപ്പലുകളെ അനുഗമിക്കുന്നുണ്ട്. രാജ്യത്ത് ഇന്ധന പ്രതിസന്ധി നിലനിൽക്കുന്നില്ലെന്ന് കേന്ദ്രം വ്യക്തമാക്കി. അതേസമയം ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമേനിയെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് 93 കോടി രൂപ അമേരിക്ക പാരിതോഷികം പ്രഖ്യാപിച്ചു. ഇറാന്റെ സാമ്പത്തിക നട്ടെല്ലായ ഖാർഗ് ദ്വീപ് അമേരിക്കൻ സേന ആക്രമിച്ചു. കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. മനു ഭരത് വിവരങ്ങളുമായി ചേരും. മനു, ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, ഇന്ധന പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിന്റെ നയതന്ത്രം അത് ഫലിക്കുന്നു എന്നുള്ളതാണ്. തുടർച്ചയായി 4 കപ്പലുകൾ നമ്മുടെ തീരത്തേക്ക് എത്തുകയാണ്. മറ്റ് രാജ്യങ്ങൾക്കാർക്കും ലഭിക്കാത്ത ആനുകൂല്യം ആ തരത്തിൽ ഇറാൻ ഇന്ത്യക്ക് നൽകുന്നു. നയതന്ത്ര വിജയമായി ലോകരാജ്യങ്ങൾ അംഗീകരിച്ചേ മതിയാവും. രഞ്ജിത്ത്, ഇത് തീർച്ചയായും ഇന്ധന പ്രതിസന്ധി നേരിടുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു നേട്ടമാണ്. LPG പ്രതിസന്ധി നേരിടുന്ന ഒരു രാജ്യമെന്ന നിലയിലൊക്കെ നമുക്കിതൊരു വലിയ നേട്ടമാണ്. കാരണം ഇത്തരം നിർണായകമായൊരു ഘട്ടത്തിലാണ് 2 കപ്പലുകൾ 92,700 ടൺ LPGയുമായാണ് ഇവർ ഈ 2 കപ്പലുകൾ ഹോർമുസ് കടലിടുക്ക് താണ്ടി മുന്നോട്ട് വന്നിരിക്കുന്നത്. നാവികസേന അനുഗമിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ അത് പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ തയ്യാറായിരിക്കുന്നു. ഇപ്പോൾ ആ തന്ത്രപ്രധാനമായ സ്ഥലം പിന്നിട്ട്, ഹോർമുസ് കടലിടുക്ക് പിന്നിട്ട്, പ്രശ്നബാധിത മേഖല പിന്നിട്ട് ഇപ്പോൾ അത് 2 കപ്പലുകളും മുന്നോട്ട് നീങ്ങുന്നു. ഒന്ന് നമ്മുടെ ശിവലിംഗ് എന്ന പേരിലുള്ള ഒരു കപ്പലാണ്, മറ്റൊന്ന് നന്ദാദേവി. ഈ 2 കപ്പലുകളാണ് ഇപ്പോൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. 16-17 തീയതിയോടുകൂടി ഈ 2 കപ്പലുകൾക്കും ഇന്ത്യൻ തീരത്ത് എത്തിച്ചേരാൻ കഴിയും. കാണ്ട്ല പോർട്ടിൽ ആണ്, മുദ്ര പോർട്ടിലും കാണ്ട്ല പോർട്ടിലുമാണ് ഈ 2 കപ്പലുകൾ വരുന്നത്. അപ്പോൾ മുന്ദ്രയിലും കാണ്ട്ലയിലും ഈ 2 കപ്പലുകൾ വരുന്നതോടുകൂടി നമ്മുടെ ഈ ക്ഷാമം, LPG ക്ഷാമം എന്നൊക്കെയുള്ള പ്രശ്നങ്ങളിൽ വലിയ തോതിലൊരു പരിഹാരം കാണുന്നതിന് ഇത് സഹായകരമാകും. കൂടുതൽ കപ്പലുകൾ സമാനമായ രീതിയിൽ തുറമുഖത്തിൽ കടന്ന് ഇങ്ങോട്ടേക്ക് വരാനുള്ള ഇടപെടലുകൾ നടത്തുന്നു എന്നാണ്. 24 കപ്പലുകൾ അവിടെ കുടുങ്ങിക്കിടക്കുമ്പോഴാണ് ഇന്ത്യയുടെ കപ്പലുകൾ അവിടെ നിന്ന് വളരെ വേഗം ഇപ്പോൾ നമ്മുടെ തുറമുഖം ലക്ഷ്യമാക്കി വരുന്നത് എന്നതും വളരെ വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ്. ആ നിലയ്ക്ക് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ വലിയൊരു നയതന്ത്ര വിജയം രാജ്യത്തിന് നേടാൻ കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യയുടെ വാക്കുകൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ ഒരു വിലയുണ്ട് എന്ന് വീണ്ടും ഉറപ്പിക്കാനായി നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, ഇവിടുത്തെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ ഈ നയതന്ത്ര ശ്രമം വിജയിച്ചു എന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ യുദ്ധത്തിൻ്റെ ഘട്ടത്തിലേക്ക് വരുമ്പോൾ യുദ്ധം ഒരു നിർണായക ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് എന്നാണ് ഇസ്രായേലിൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ ഇസ്രായേൽ കാട്സ് വ്യക്തമാക്കുന്നത്. ഏത് നിമിഷവും ഇനി ഇറാൻ കീഴടങ്ങും എന്നൊക്കെ അമേരിക്കയും പറയുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു ആഭ്യന്തര കലാപം ഉണ്ടാകണം എന്നാണ് അമേരിക്ക പ്രധാനമായും ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ, ആഹ്വാനങ്ങൾ നിരന്തരം ട്രംപ് നടത്തുന്നു. ഇന്നും ട്രംപ് സമാനമായ രീതിയിൽ അമേരിക്കയുടെ ഒരു താല്പര്യമെന്ന നിലയിൽ ഇറാനിലെ സാധാരണക്കാരായ ആളുകൾ ജനാധിപത്യം പുനഃസ്ഥാപിക്കുന്നതിന് അവിടെ ഒരു അട്ടിമറിക്ക് തയ്യാറാകണം എന്ന് വ്യക്തമാക്കുന്നു. അതേസമയം US-ൻ്റെ വാർ മിനിസ്റ്റർ അല്ലെങ്കിൽ നമ്മുടെ ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെക്സെത്ത് ഒരു കാര്യം വ്യക്തമാക്കുന്നത്, ഈ മുജ്തബ ഖമേനി ഒരു പരമോന്നത നേതാവല്ല. അദ്ദേഹം അത്രയൊന്നും പരമോന്നതനല്ലാത്ത ഒരു നേതാവ് ഇപ്പോൾ പരിക്കേറ്റിരിക്കുകയാണ് എന്ന തരത്തിലുള്ള പരിഹാസ വാക്കുകൾ വരികയും ചെയ്യുന്നു. അപ്പോൾ US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ് $10 മില്യൺ ഈ ഖമേനിയെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്നവർക്ക് നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ ഖാർഗ് ഐലൻഡിലെ ഈ എണ്ണ ഉൽപ്പാദന കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടക്കുന്നു. കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകും എന്ന സൂചന അവിടെ നിന്ന് നൽകുന്നു. 2200ഓളം മെറൈനുകളെ അമേരിക്ക സൈനികരെ അങ്ങോട്ടേക്ക് ഡിപ്ലോയ് ചെയ്യുന്നു. ഇറാനിലേക്ക് അവരെ 2200ഓളം പേർ നീങ്ങുന്നുവെന്ന് മനസ്സിലാക്കുമ്പോൾ അത് കരയുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്ന ആശങ്ക വരികയാണ്. അതേസമയം ഈ കാഷ്വാലിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ഇറാനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ ഔദ്യോഗിക കണക്കനുസരിച്ച് 1444 പേരാണ് അവിടെ മരിച്ചിട്ടുള്ളത്. ഇതുകൂടാതെ ലെബനനിൽ 687 ആളുകളും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നുവെന്ന വിവരങ്ങൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നു. പക്ഷേ ഇറാൻ ശക്തമായി തിരിച്ചടിക്കുന്നതിൻ്റെ വിവരങ്ങളും വരുന്നുണ്ട്. UAE-യിലേക്ക് മനു, ഇപ്പോൾ ഒരു വിവരം വരുന്നത് UAE-യിലേക്ക് വീണ്ടും ഇറാന്റെ ഡ്രോൺ ആക്രമണമുണ്ട് എന്ന തരത്തിലാണ്. അവിടെ ചില എണ്ണ സംഭരണ കേന്ദ്രങ്ങൾക്ക് സമീപത്തൊക്കെ ഡ്രോണുകളുടെ അവശിഷ്ടങ്ങൾ വീണിട്ട് തീപിടുത്തമുണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോൾ അവരുടെ ഖാർഗ് ദ്വീപ് ആക്രമിച്ചപ്പോൾ ഇറാന്റെ മുന്നറിയിപ്പ് അമേരിക്കയുമായി ബന്ധപ്പെട്ടുള്ള എണ്ണ സംഭരണശാലകളിൽ ആക്രമിക്കുമെന്നായിരുന്നു. ഖാർഗ് ദ്വീപിൽ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ഇറാന്റെ നട്ടലൊടിക്കും വിധമുള്ള തിരിച്ചടിയാണ്.
അതിനുള്ള പ്രത്യാക്രമണമാണോ ഇപ്പോൾ ഇറാൻ ശക്തമാക്കിയിരിക്കുന്നത്? സ്വാഭാവികമായും ഇറാൻ ഇത് ശക്തമായി പ്രത്യാക്രമണം നടത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറയുന്ന കാർഗ് ഐലൻഡിലെ ഓയിൽ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന് പറയുന്നു. തെഹ്റാനിലെ സെൻട്രൽ തെഹ്റാനിൽ അവിടെ വലിയ സ്ഫോടനം നടന്നതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നു. ഇറാൻ റിറ്റാലിയേഷൻ എന്ന തരത്തിൽ റെസിപ്രോക്കൽ ഡ്രോൺസ് എന്ന തരത്തിൽ ഈ പ്രത്യാക്രമണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രോണുകളുടെ മിസൈൽ ആക്രമണം നടക്കുന്നു. പ്രത്യേകിച്ച് US അസറ്റ്സുകളിലും അതുപോലെ സൈനിക ആസ്ഥാനത്തും കമേഴ്ഷ്യൽസ് കേന്ദ്രങ്ങളിലും ഗൾഫ് മേഖലയിലെ എമ്പാടുമുള്ള പ്രദേശങ്ങളിലേക്ക് ആക്രമണം തുടർച്ചയായി നടത്തും എന്ന് തന്നെ ഇറാൻ നിലപാട് സ്വീകരിക്കുന്നതായാണ് അവരുടെ നടപടികളിൽ നിന്ന് വ്യക്തമാകുന്നത്. സൗദി അറേബ്യയിൽ നിന്ന് വരുന്ന വിവരങ്ങൾ അനുസരിച്ച് അവിടെ സൗദി മിനിസ്ട്രി ഓഫ് ഡിഫൻസ് കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടുന്ന് ഡ്രോൺ ആക്രമണം ഇറാനിൽ നിന്നുണ്ടായതും അത് പരമാവധി തടയാൻ കഴിഞ്ഞതായും വ്യക്തമാക്കുന്നു. ഖത്തറും ഈ സമാനമായ രീതിയിൽ അവരുടെ ആംഡ് ഫോഴ്സസിന് ഇത്തരം ഡ്രോൺ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നു. ബഹ്റൈനിലും അവിടെ സൈറനുകൾ മുഴങ്ങുന്നതിൻ്റെ ശബ്ദമൊക്കെ കേട്ടതായി അവിടുന്ന് പൗരന്മാർ പറയുന്നു. അപ്പോൾ സ്വാഭാവികമായും ഈ ബഹ്റൈൻ ഇറാൻ ആക്രമിക്കുന്നു. ഒമാനിലെ ഇതുപോലെ US കേന്ദ്രങ്ങളാണ് പ്രധാനമായും ആക്രമിക്കുന്നത്. അവിടെയും 2 പേർ കൊല്ലപ്പെടുന്ന രീതിയിൽ ഒമാനിൽ ആക്രമണം നടത്തിയതായി ഉള്ള വിവരങ്ങൾ വരുന്നു. അതോടൊപ്പം തന്നെ ഈ സുൽത്താൻ ഹാത്തിം ബിൻ താരിഖും അതുപോലെ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽ താനിയും ഒക്കെ കൂടി പരസ്പര ചർച്ചകൾ നടത്തുന്നു പ്രശ്നപരിഹാരത്തിനായി. അങ്ങനെ ഈ പ്രശ്നപരിഹാരത്തിനായി ഒരു വശത്ത് ശ്രമങ്ങൾ നടക്കുമ്പോൾ മറുവശത്ത് യുദ്ധം അത് ശക്തമായി തന്നെ മുന്നേറുന്നു. മിലിറ്ററി ഡിപ്ലോയ്മെൻറ്റ്സ് കൂടുതൽ ഉണ്ടാകും എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. 10,000-ഓളം ഇൻ്റർസെപ്റ്റർ ഡ്രോണുകളെ മിഡിൽ ഈസ്റ്റിലേക്ക് വിന്യസിക്കാൻ US ആർമി സെക്രട്ടറി ഡാൻ ഡ്രിസ്ക്രോൾ വ്യക്തമാക്കിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ എണ്ണ ഉൽപ്പാദന കേന്ദ്രങ്ങൾ ആക്രമിച്ചാൽ ഇനി എന്ത് സംഭവിക്കും എന്ന ആശങ്ക പടരുന്നു. ഈ ഹോർമുസ് കടലിടുക്കിനെ സംബന്ധിച്ച് ഉള്ള ആശങ്ക ആണ് മറ്റൊരു പ്രധാന കാര്യം. ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് പറയുന്നത് അത് ഈ ഇറാൻ ഇൻ്റർഫേസസും ഒക്കെ തുടരുകയാണെങ്കിൽ ഈ കടലിടുക്കിൽ ശക്തമായ ആക്രമണവും ഓയിൽ ഫെസിലിറ്റീസ് ആക്രമിക്കും എന്നാണ് ട്രംപിന്റെ. മനു ഭരത് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.